മഴക്കെടുതിയിൽ വലയുകയാണ് ബംഗളൂരു നഗരം. ബംഗളൂരു മഹാദേവപുരയിൽ മഴക്കെടുതിയിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണ് 35-കാരിയാണ് മരിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ, മുഹമ്മദ് റഹീസ്? ഉന്മേഷ്, ബംഗളൂരുവിൽ കഴിഞ്ഞ 3 ദിവസമായി ശക്തമായ മഴയാണ്. ഈ മഴയെ തുടർന്ന് ഇപ്പോൾ ഒരു മരണമുണ്ടായിരിക്കുന്നു എന്ന സങ്കടകരമായ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇത് മഹാദേവപുരയിലാണ്. മഹാദേവപുരയിൽ വീടിൻ്റെ മതിൽ ഇടിഞ്ഞു വീണ 35-കാരി മരിച്ചിരിക്കുന്നു. നേരത്തെ ഈ കനത്ത മഴയിൽ ഈ മതിൽ ഏതാണ്ട് നനഞ്ഞു കുതിർന്ന് തകർച്ചയുടെ വക്കിലായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും മതിൽ ഇവരുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ മഹാദേവപുരയിൽ ഒരുപാട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മരങ്ങളും മറ്റുമൊക്കെ വീട്ടിലേക്ക് ഒടിഞ്ഞു വീണ് കുറേ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ ചുവരുകൾ തകർന്നതും മതിലിടിഞ്ഞു വീണതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, നാശനഷ്ടങ്ങളൊക്കെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി, ഇതുപോലെ മതിലിടിഞ്ഞു വീണ് മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടി പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിൽ ബംഗളൂരുവിൽ മഴക്കെടുതി രൂക്ഷമായിരിക്കുകയാണ്. മഴ മാറി നിൽക്കുന്നുവെങ്കിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. നഗരത്തിലെ പ്രധാന റോഡുകളൊക്കെയും തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. പല റോഡുകളിലും ഇപ്പോഴും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയാത്ത തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മന്ത്രിമാർക്കും ഓരോ MLA-മാർക്കും കൃത്യമായ സ്ഥലങ്ങൾ വീതിച്ചു നൽകി അതിൻ്റെ മേൽനോട്ട ചുമതല മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്.